ഈജിപ്തിലെ ഒരു ഗ്രാമം. അവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. പിള്ളവാതം പിടിച്ച് കാലുകൾ നിശ്ചലാവസ്ഥയിലായ ഏക മകളെ ഓർത്ത് വിലപിക്കാത്ത ദിവസം ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. ഒരിക്കൽ ആ മാതാവ് അടുത്തുള്ള ഒരു വീട്ടിലേക്ക് തൻ്റെ മകളെ ഏൽപ്പിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് കുളിക്കാൻ പോവുകയാണ്. കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ മാതാവ് കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. എന്തെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ കുട്ടിയെ ആക്കിയ ആ വീട്ടിലെ ആ ഗൃഹനാഥ വുളുവെടുക്കാൻ വേണ്ടി വെള്ളം തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുന്ന സമയം വുളുവിൻ്റെ വെള്ളം തെറിച്ച് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് ഈ കുട്ടിയുടെ കാലിൻ്റെ നിശ്ചലാവസ്ഥ മാറി പഴയ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. ഈ കുട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആവേശത്തോടെ തൻ്റെ വീട്ടിലേക്ക് മാതാവിൻ്റെ ചാരത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. കുടുംബം മൊത്തവും ഒരു നിമിഷം അമ്പരന്നുപോയ സമയം. എന്താണ് ഇതിൻ്റെ പിന്നിൽ? അതെ, ആ ഗൃഹനാഥ, ആ വുളുവെടുത്ത ആ സ്ത്രീ മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഇന്നവരുടെ വഫാത്തിൻ്റെ ദിവസമാണ്. നമ്മൾക്ക് അവരുടെ ഹലറത്തിലേക്ക് ഫാത്തിഹ ഓതാം. ഒരുപാട് പാഠം ഈ റമളാനിൽ നമ്മൾക്ക് പഠിക്കാൻ അവരുടെ ജീവിതം കാണിച്ചു തന്നിട്ടുണ്ട്. ഖത്തുമുകൾ കൊണ്ട് ജീവിതത്തിനെ ധന്യമാക്കിയ മിസ്റിൻ്റെ മാണിക്യമായിരുന്നു. നമ്മൾക്ക് ജീവിതത്തിലൊരു മാറ്റമുണ്ടാകാൻ ഇതൊക്കെ ഒരു കാരണമാകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.